ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സ് ആണ് തയ്യാറാക്കുന്നത്. അതും ഓവൻ ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദയാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്യാകുമ്പോൾ സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് എടുത്തത്. നെയ്യിലും ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. 1/2 ഗ്ലാസ് മതിയാകും, അഥവാ വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. തുടക്കം തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ ചപ്പാത്തി മാവിനേക്കായി നല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഡോ. അപ്പോൾ നമുക്ക് ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം തന്നെ നമുക്കൊരു 3 മുട്ട അടുപ്പിലോട്ട് പുഴുങ്ങാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് തിന്നാക്കുകയും വേണ്ട, ഒരുപാട് കട്ടി കൂട്ടുകയും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി മതി. ഇനി ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഞാൻ മുട്ട പുഴുങ്ങി വച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇടാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ സവാളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിക്കോട്ടെ. അപ്പോൾ ഏകദേശം ഇവിടെ കുറച്ച് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഇനി നമുക്കൊരു തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. തക്കാളിയുടെ അളവ് കൂട്ടരുത്, പുളി രസം ഉണ്ടാകും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴഞ്ഞ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ ഈ സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നതിന് ശേഷം ഒരു 1-2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ആ ആവിയിലിരുന്ന് കൂടി ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മൾ ഡോ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വൃത്തിയുള്ള തറയിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ മാവ് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇത് കട്ടിയായി പോകും. നമ്മുടെ ഈ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കേണ്ടത്. വളരെ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പേഞ്ഞെടുക്കുക. നന്നായിട്ടൊന്ന് പേഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണിത്. അത് നമ്മളിന്നിവിടെ ഇത് ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെ തന്നെയാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ മുട്ട പപ്സ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഈ പഫ് പേസ്ട്രി വെച്ചിട്ടും ഇത് റെഡിയാക്കാറുണ്ട്. ഇത് ശരിക്കും പഫ് പേസ്ട്രി അല്ല, അത് കുറച്ചുകൂടി നമുക്ക് അത്ര ഓവനിലാണ് കൂടുതലും അത് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് സാധാരണ രീതിയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പഫ് പേസ്ട്രി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. ചതുരത്തിൽ വേണം ഇതൊന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റിയത് കളയൊന്നും വേണ്ട. വീണ്ടും നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം എല്ലാം കൂടി ഒന്നാക്കിയിട്ട് അതും പരത്തിയെടുത്ത് നമുക്ക് നമ്മുടെ ഈ മുട്ട പഫ്സിനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചതുരത്തിൽ തന്നെ കട്ട് ചെയ്യുക. കണ്ടോ, ഈ നടുക്ക് നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചതുരത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ താഴത്തെ ആ ഒരു ഭാഗം ഇത് കറക്റ്റ് ലെവലാണ്. ഇപ്പോൾ താഴത്തെ ഭാഗം കുറച്ചുകൂടി വലുതാണ്, അതുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് ചതുരത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. എന്നാലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് മടക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല കറക്റ്റ് ചതുര ഷേപ്പായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സവാളയുടെ ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സവാളയുടെ ഫില്ലിങ് വെക്കുമ്പോൾ ഓവറായിട്ട് ഒരുപാട് വെക്കരുത്. അതിൽ കൊള്ളുന്ന അനുസരിച്ച് ആവശ്യം അനുസരിച്ച് മാത്രം വെക്കുക. ഓവറായിട്ട് വെച്ചാൽ എല്ലാം പൊട്ടി പൊളിഞ്ഞു പോകും. ഇനി നമുക്കൊരു മുട്ട ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ കോണോട് കോണ് മടക്കുക. കണ്ട, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആദ്യം മടക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 2 ഭാഗവും മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ട പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരെണ്ണം കൂടി നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫില്ലിങ് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മുട്ട ഇതിൻ്റെ മുകളിൽ വെക്കാം. കണ്ടോ, ഈ കോണോട് കോൺ ഭാഗം ആദ്യം മടക്കുക. കണ്ടോ, പിന്നെ അടുത്ത ഭാഗം. ഇത്രയേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ തന്നെ ബേക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ബാക്കി വന്ന മാവാണിത്. അതുകൂടി ഞാനിവിടെ ഒന്ന് എടുക്കട്ടെ. ഇത് ഞാൻ വേറൊരു ഷേപ്പിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നീളത്തിൽ വീതിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്നിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് വലുതാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു മുട്ട ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതും ഒരു രീതിയിലുള്ളൊരു മുട്ട പപ്സ് തന്നെയാണ്, വേറൊരു ഷേപ്പിൽ. ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കാം, ഇതുപോലെയും റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നിർബന്ധമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ പപ്സും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം തീ നന്നായി കുറയ്ക്കുക. നല്ല പോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഒരു 7-8 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നു. എഗ് വാഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ ഒരു 7 മിനിറ്റിന് ശേഷമാണ് ഞാനിങ്ങനെ ഇത് തിരിച്ചിടുന്നത്. കണ്ടോ, ഒരു ഭാഗമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇത് 3ഉം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. ആ സൈഡൊക്കെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചരിച്ച് വെച്ചത്. ഒരു സൈഡ് നല്ല ബ്രൗൺ നിറമായി. അപ്പോൾ 2 ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓവനില്ലാത്ത മുട്ട പപ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് പരീക്ഷിക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിച്ചോളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.